മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു അലീനനെ കൊണ്ട് കടപ്പാട്ടൂർ എത്തണ്. മനോറിന് ഇറങ്ങണില്ലേന്ന് ചോദിക്കും. ഞാൻ ഇറങ്ങിയിട്ട് എന്തിനാ, പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. എന്നാലും പറയാതെ പറയുന്നത് കേൾക്കാമല്ലോ എന്ന് പറയും. ഓ, അവിടെ ചെന്ന് എല്ലാവരുമായിട്ടും സംസാരിച്ച് ചിരിച്ച് കളിച്ച് നീ ഉണ്ടാക്കി തരുന്ന ഗ്ലാസ് ചായയും കുടിച്ച് ഞാൻ തിരിച്ചു പോരണായിരിക്കും അല്ലേ എന്ന് പറയും. അങ്ങനെയൊക്കെ അങ്ങനെ വായോ എന്ന് പറയും. അങ്ങനെ മനു ഇറങ്ങണം ശരി എന്ന് പറയും. എന്തായാലും ഇന്നേരെ കൈ പിടിച്ച് പോകണ്. അപ്പോൾ ചോദിക്കുന്നത് എന്താ കൈ പിടിക്കുന്നത്, എന്തെങ്കിലും ഇതേപോലെ ഒരു ദിവസം ഈ വീട്ടിലേക്ക് എനിക്ക് കയറി വരണം നിൻ്റെ കൈ പിടിച്ച്, അതിന് വേണ്ടിയിട്ടാണ് റിഹേഴ്സലാണെന്ന് പറയും. അങ്ങനെ നേരെ അകത്തേക്ക് കയറും. അപ്പോൾ കൃഷ്ണമോളുണ്ടെങ്കിൽ മനോഹരനെ അവിടെ നിന്ന് കിട്ടി, അല്ല അലീന ചേച്ചിക്ക് അവിടെ നിന്ന് കിട്ടി മനോഹരനെ. അലീന ചേച്ചി ശരണ്യനെ കാണാൻ പോയതല്ലേ എന്ന് ചോദിക്കും. അതെ, ഇവള് ശരണ്യനെ കണ്ടുവരുന്ന വഴിക്ക് വഴിയിൽ മാമ്പഴം വീണ്ടെടുക്കണ പോലെ ഞാൻ വീണെടുക്കുന്നുണ്ടായി. അങ്ങനെ അവൾ വാരിക്കൊണ്ട് വന്നാണെന്ന് പറയും. ഓ, ചളി തമാശ എന്ന് പറയും. അപ്പോഴത്തേക്കും ബബിതയും വരും. ഗുഡ് ആഫ്റ്റർനൂൺ മനുവേട്ടാ എന്ന് പറയും. നീ ഉറങ്ങായിരുന്നു എന്ന് ചോദിക്കും. ചെറിയൊരു ഉറക്കം എന്ന് പറയും. അപ്പോഴത്തേനും പാലചന്ദ്രനും വരും. നിങ്ങളെല്ലാവരും ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അലീന ചായ എടുക്കാനൊക്കെ പോകും. നീ എങ്ങനെ ഇവിടെ എത്തിയടാന്ന് പറയും. അലീന അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ യാത്ര പറയാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞ അലീനനെ ഇങ്ങോട്ട് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ അവിടെ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമല്ലേ എന്ന് പറയും. എല്ലാവർക്കും സന്തോഷമായില്ല, ചിലർക്ക് സന്തോഷമായിട്ടുണ്ടെന്ന് പറയും. സന്തോഷിക്കട്ടെ എന്ന് പറയും. എന്തായാലും ആൻറ്റി ഇങ്ങോട്ട് വരുമല്ലോ അലീന പോയി കഴിഞ്ഞാൽ, അതാണല്ലോ ഈ അലീനയുടെ ഈ പോക്കിൻ്റെ ഉദ്ദേശം തന്നെയെന്ന് പറയും. വരട്ടെ വരട്ടെ എന്ന് പറയും. ഇത്രയും നാളും അലീനയുടെ മേൽക്കോയ്മയായിരുന്നു ഈ വീട്, അലീനയാണ് ഭരിച്ചിരുന്നത്. ഇനി ഞാനാണ് ഭരിക്കാൻ പോണേന്ന് പറയും. അപ്പോൾ ആൻറ്റി ഭരിക്കില്ലേ, ആൻറ്റി ഇനി വന്നാൽ ഭരിക്കുക, അങ്ങനൊരവസരം കിട്ടുമോ എന്ന് പറയും. ഭരണം മാറിയതൊക്കെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ പവിത പറയും, അപ്പോൾ അച്ഛൻ വീണ്ടും യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെയാണോ എന്ന് ചോദിക്കും. അലീന ചേച്ചി പോകുന്നത് തന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീരാനും ഈ വീട്ടിൽ പഴയ സമാധാനം തിരിച്ചു വരാനും പറയും. പഴയ സമാധാനം ഇനി തിരിച്ചു വരില്ല മോളെ, നിനക്ക് എന്തറിയാം, നിനക്ക് ഒന്നും അറിയില്ല എന്ന് പറയും. നീ ഒന്നും അറിയാണ്ടിരിക്കണതിനാണ് നല്ലതെന്ന് പറയും. ഞങ്ങൾ ഓരോന്ന് വെറുതെ പറയണാണ്ടി, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയും. അങ്ങനെ ചായ കുടിച്ചിട്ട് മനു അവിടുന്ന് പോകണം. അതിനുശേഷം ബബിതയുടെ ഫോണിലേക്ക് വൈജയന്തി വിളിക്കുന്നുണ്ട്. കുറേ ബെല്ലടിച്ചിട്ടാണ് എടുക്കണത്. ബബിത കുളിക്കായിരുന്നു. എന്നാടി ഫോൺ എടുക്കാൻ എത്ര വിഷമം, ബബിത അല്ലേടി എന്ന് ചോദിക്കും. അതെ, ഞാൻ തന്നെയാണ്. എൻ്റെ ഫോണിലേക്ക് പിന്നെ വേറെ ആര്, എൻ്റെ ഫോൺ പിന്നെ വേറെ ആരെടുക്കാനാണ്, ഇങ്ങോട്ടോ വിളിക്കൂല അങ്ങോട്ട് വിളിച്ചെടുക്കാനുള്ളൊരു മര്യാദ പോലും കാണിക്കണില്ലല്ലോടി നിങ്ങളൊക്കെ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണം അറിയാമെന്ന് ചോദിക്കും. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് അറിയാനുള്ളത്. പിന്നെ അമ്മനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊനിഷ്ഠ വർത്താനവും കൊള്ളില്ലാത്ത സംസാരവും മോശപ്പെട്ട വാക്കുകളും, എന്തിന് അമ്മനെ വിളിച്ചാൽ അതൊക്കെയല്ലേ കേൾക്കണത്, അതുകൊണ്ടാണ് ഇവിടെ ആരും അമ്മനെ വിളിക്കാത്തതെന്ന്. ഓ, അമ്മ ഇപ്പോൾ പോട്ടാ, നിങ്ങളൊക്കെ നല്ലതെന്ന് പറയും. അതെ, ഞങ്ങൾ നല്ലവർ തന്നെയാണ്, അതിന് അമ്മ എന്തോ പണ്ടെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലതായെന്ന് പറയും. അതെന്താണ്ട് നീ അങ്ങനെ ഒരു വർത്താനം പറയണേന്ന് പറയും. നിൻ്റെ അലീന ചേച്ചി പോകണെന്ന് കേട്ടല്ലോ എന്ന് പറയും. പോകണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് അലീന ചേച്ചി പോകണം, നിങ്ങൾ ഈ കുടുംബത്ത് വഴക്കുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. ഓ, പിന്നെ അവളുടെ ഒരു ഔദാര്യം എന്നൊക്കെ പറയുന്നത്, നിൻ്റെ അച്ഛൻ്റെ നെഞ്ച് പൊട്ടിയിട്ടുണ്ടാവുമല്ലോ അങ്ങാരുടെ അവൾ പോണേൽ എന്ന് പറയും. ആയിക്കോട്ടെ, അതിനമ്മയ്ക്ക് എന്തേന്ന് വയ്ക്കും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയണത്, അമ്മയുടെ വായേന്ന് മോശമായിട്ടുള്ള വാക്കുകൾ വരുള്ളൂ എന്ന്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അമ്മനോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതും. എപ്പോൾ നോക്കിയാലും അച്ഛനെയും അലീന ചേച്ചിനെയും മോശം വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. അമ്മയ്ക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല, അമ്മയുടെ നാവിൽ നിന്ന് നല്ലതൊന്നും വരില്ല എന്ന് വയ്ക്കും. ഇല്ലടി, നല്ലതൊന്നും വരില്ല എന്ന് കണ്ടത് പറഞ്ഞാലേ അങ്ങനെയുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം വരുമ്പോഴോ മനസ്സിലാവുള്ളൂ എന്ന് പറയും. മനസ്സിലാവും, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയും. എത്ര കേട്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നന്നായേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബബിത ഫോൺ വയ്ക്കും. വൈജയന്തി ആകെ ഷോക്കേറ്റ പോലെയാവും. ഫോൺ വയ്ക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതിനുശേഷം ഫോൺ കട്ടിലുമൊക്കെ നമ്മുടെ ബബിത ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അലീന ഒരു കപ്പ് ചായ ആയിട്ട് വരും. ബബിത കുട്ടി എന്താന്ന് ചോദിക്കും. എന്താണെന്ന് ചോദിക്കും ദേഷ്യത്തോടെ. അതെന്ത് പറ്റി, ഇത്ര നേരം നല്ല സ്വഭാവം വരുന്നില്ല, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്നറിയും. പറയേന്ന് പറയും. എനിക്കറിയില്ല, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. ഓ, അതാണോ ദേഷ്യം. എപ്പോൾ വിളിച്ചാലും അമ്മയുടെ വായിൽ നിന്ന് മോശം വാക്കുകളല്ലാണ്ട് നല്ലൊരു വാക്ക് വരില്ല, സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല, അതാണ് അങ്ങോട്ട് വിളിക്കാത്തത്, ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് വഴക്കിട്ട് തുടങ്ങിയെന്ന് പറയും. അതൊക്കെ ശരിയാവും, ഞാൻ പോകുന്നതോടെ എല്ലാം ശരിയാവും, ഞാൻ പോയാൽ മേഡം ഇങ്ങോട്ട് വരില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ചേച്ചി പോയപ്പോൾ അമ്മ വന്നാൽ എല്ലാം ശരിയാവും എന്നാണ് വിചാരം എന്ന് പറയും. ഒന്നും ശരിയാവില്ല എന്ന് പറയും. അതൊക്കെ നമുക്ക് ശരിയാക്കാം മോളെ എന്ന് പറയും. പിന്നെ നിൻ്റെ ഈ ദേഷ്യം കുറയ്ക്കണം കേട്ടോ, പെട്ടെന്ന് എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടരുതെന്ന് പറയും. എന്താണെന്നറിയില്ല ചേച്ചി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് കൃഷ്ണമോള് പറഞ്ഞ പോലെ എനിക്ക് അഹങ്കാരമാണോ ചേച്ചി എന്ന് ചോദിക്കും. അവൾ അങ്ങനെ പറഞ്ഞോ, എന്നാൽ പിന്നെ ചോദിച്ചിട്ട് തന്നെയുള്ള കാര്യം എന്നൊക്കെ പറയും. എന്നിട്ട് അലീന കൃഷ്ണനെ വിളിക്കും. അപ്പോൾ കൃഷ്ണൻ അവിടെ ഉണ്ടാവില്ല, രോഹിത് വരും. എന്താ ഇവിടെ റൂമിൽ ചായയൊക്കെ റൂമിൽ കൊണ്ടു കൊടുക്കുമെന്ന് ചോദിക്കും.
ഇത് റൂമിൽ ചായയും കഞ്ഞിയൊക്കെ കൊണ്ടു തന്നിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടാന്ന് രോഹിത്തും പറയും. ഇപ്പം എന്താ ഇവിടെ പ്രശ്നം? അതെ, കൃഷ്ണമോള് പറഞ്ഞേ ബബിക്ക് അഹങ്കാരമാണെന്ന്. അതൊന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറയും. അതുള്ളൂ, അതിനാണ് അപ്പം കൃഷ്ണനെ വിളിക്കുന്നത്. അവളവിടെ പുറത്തുനിന്ന് സംസാരിക്കുന്നത് ആരോണ്ടോടും. അതെ, അതിനിപ്പോൾ സംശയിക്കാനൊന്നുമില്ല. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതിന് ഇവള് എന്നിങ്ങനെ പറയും. അപ്പോൾ ബബിത പെട്ടെന്നൊരു പില്ലോ എടുത്തും കഴിഞ്ഞിട്ട് രോഹിത്തിനെ എറിയും. രോഹിത്ത് തിരിച്ചെറിയും. അത് നമ്മുടെ അലീനയുടെ മേത്ത് കൊള്ളും. രോഹിത്ത് മുകളിലേക്ക് ഓടിപ്പോവും. അങ്ങനെ അവർ ചേട്ടനും അനിയത്തിയും അതുപോലെ തന്നെ അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ അലീനനെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ അലീനനെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അതങ്ങനെ തന്നെയായി. അലീന നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇരുന്നത്. പോണ കാര്യമൊക്കെ മറന്ന പോലെ ഇരുന്ന് അത്രയും നേരം. അതിനുശേഷം പിന്നീട് രാത്രിന് അലീന തുണികളൊക്കെ മടക്കി വയ്ക്കും. അപ്പോൾ ആ നേരത്ത് നമ്മുടെ കൃഷ്ണമോള് വന്ന് വാതിൽമ മുട്ടും. എന്തത്, നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കും. ഉറക്കം വരുന്നില്ല ചേച്ചി എന്ന് പറയും. എന്നാ വാ, എൻ്റെ കൂടെ കിടക്കാം, നാളെ ചേച്ചി പോകല്ലേ എന്ന് പറയും. രണ്ടുപേരോട് ഇരിക്കുന്നു, ഞാൻ പോയാലോ ശരിയാവുള്ളൂ മോളെ, അമ്മ അങ്ങോട്ട് തിരിച്ചു വന്നാലോ നിങ്ങളുടെ ജീവിതം പഴയ രീതിയിലാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചേച്ചി പോയാലും ഞങ്ങളുടെ ജീവിതം പഴയ പോലെ ആവുന്നു? ഇല്ല, ഒരിക്കലും ആവില്ല. ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ പൊട്ടിത്തെറിക്കാത്തത്. ഇത്രയും വലിയ തെറ്റുകളൊക്കെ സംഭവിച്ചത് അറിഞ്ഞിട്ടും അച്ഛനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ചേച്ചിയുടെ മുന്നിൽ അച്ഛൻ ചെറുതാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയും അച്ഛനും ഈ പേരും പറഞ്ഞ് വഴക്കിട്ട് ആ ചേച്ചി ഉള്ളത് കൊണ്ടാണ് അച്ഛനെല്ലാം സഹിച്ച് നിൽക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനൊന്നും നോക്കാനില്ല, സർവ്വ നിയന്ത്രണവും വിടും. പിന്നെ അച്ഛനിവിടെ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവും എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, അച്ഛനൊന്നും ചെയ്യില്ല. കാരണം നിങ്ങളെ സന്തോഷമാണ് അച്ഛന് വലുത്. കാരണം നിങ്ങളിപ്പോൾ എല്ലാവരും മാറിയില്ലേ, എല്ലാവരും നല്ല കുട്ടികളായി. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ സന്തോഷം കളയാൻ അച്ഛൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അച്ഛനെല്ലാം ക്ഷമിക്കും. അത് അച്ഛനെ എനിക്ക് നന്നായി അറിയാം, അച്ഛൻ എനിക്ക് അറിയുന്ന പോലെ ആർക്കും അറിയില്ല എന്നൊക്കെ പറയും. ചേച്ചിയുടെ വിശ്വാസമല്ലേ, എനിക്കൊരു ഉറപ്പില്ല എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ചേച്ചിയും അനിയത്തിയും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. അതിനുശേഷം പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ്റെ മൂത്ത സഹോദരി ഹസ്ബൻഡ് വരുന്നുണ്ട്, പോലീസ്. അപ്പോൾ അദ്ദേഹം അലീനോട് ചോദിക്കുന്നുണ്ട് എവിടേക്കിനെ പോകണമെന്ന് ചോദിക്കുമ്പോൾ കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെന്ന് പറയും. അവർക്ക് ചായ കൊടുക്കണമൊക്കെ ഒരു ഭാഗമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളും അലീനയും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. ചേച്ചി പോകുന്നിടത്തേക്ക് ഞാനും വരട്ടെ, എനിക്കും വരണമെന്ന് തോന്നുന്നു, ചേച്ചി ഇല്ലാണ്ട് എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തോന്നില്ല എന്നൊക്കെ പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ മോളെ, വീഡിയോ കോൾ ചെയ്യും, ഫോൺ വിളിക്കും, ഇടയ്ക്ക് കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ചേച്ചി ഇവിടെ സ്ഥിരം ഇല്ലല്ലോ എന്നും പറയുന്നുണ്ട്. എന്നെങ്കിലും എനിക്ക് എല്ലാ സത്യങ്ങളും നമ്മുടെ അമ്മ അറിയുമ്പോൾ എനിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയും മോളെ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നതെന്ന് പറയും. എന്നിട്ട് അലീനനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ആ കുട്ടി. അതിനുശേഷം പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അലീന അടുക്കളയിലേക്ക് വന്നപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഞാനും ബബി ചേച്ചിയും കൂടെ ഉണ്ടായിക്കോളാം എന്ന് പറയും. എന്നെ ഒഴിവാക്കണമെന്ന് ചോദിക്കും. ചേച്ചി എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ ഇട്ടിട്ട് പോകുകയല്ലേ, അപ്പോൾ പിന്നെ ഇനി ചേച്ചി ഞങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൃഷ്ണമോള് അലീനയുടെ അടുക്കളയിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അലീന ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നീട് നല്ല ക്രീം കളറുള്ള സാരിയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ മുറിയിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അനിയത്തിമാർ. അത് അണിയാൻ വേണ്ടിയിട്ടാണ്, എന്തായാലും പോകുകയല്ലേ അപ്പോൾ നല്ല സുന്ദരിയായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അനിയത്തിമാർ അതൊക്കെ ചെയ്യുന്നത്. ആ സാരിയും സ്വർണ്ണാഭരണങ്ങളും പിടിച്ച് കണ്ണീരോടെ നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.